Audio Jungle. Audio Jungle. നമസ്കാരം, ഞാൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ.ടി. യദുനാരായണൻ മൂസ്, വൈദ്യരത്നം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കേരളത്തിൻ്റെ വൈദ്യ പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് അഷ്ടവൈദ്യന്മാർ. കേരളത്തിൽ ആയുർവേദത്തിൻ്റെ പ്രചാരവും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അഷ്ടവൈദ്യന്മാരുടെ വിവിധ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അഷ്ടവൈദ്യന്മാർ അഥവാ അഷ്ടാംഗ വൈദ്യന്മാർ എന്ന വാക്ക് പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ 8 അംഗങ്ങളാണുള്ളത്. ഈ 8 അംഗങ്ങളിലും പ്രാവീണ്യമുള്ളവർ അഥവാ അഷ്ടാംഗങ്ങളിലും പ്രാവീണ്യമുള്ളവർ എന്ന അർത്ഥത്തിലാണ് അഷ്ടവൈദ്യന്മാർ എന്ന പദം ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തിനെ വീണ്ടെടുത്തുവെന്നും അതിനുശേഷം കേരളത്തിനെ വിവിധ ഗ്രാമങ്ങളാക്കി തിരിച്ചു എന്നും കാണാം. ഈ 18 ഗ്രാമങ്ങളാക്കി തിരിച്ച് ഓരോ ഗ്രാമങ്ങളിലും ഓരോ വൈദ്യ കുടുംബത്തെ അവിടുത്തെ വൈദ്യവൃത്തിക്കായി നിയോഗിച്ചതായും ചരിത്രം പറയുന്നു. ഈ കുടുംബങ്ങളാണ് പിന്നീട് അഷ്ടവൈദ്യ കുടുംബങ്ങളായി അറിയപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ പേര് വരുന്നതിനുള്ള കാരണം 8 അംഗങ്ങളിലുമുള്ള പ്രാവീണ്യം തന്നെയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ വളരെ വ്യക്തമായി പറയുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൽ വിവിധ അഷ്ടവൈദ്യന്മാരെ പറ്റിയും അവരുടെ ചികിത്സാ പ്രാവീണ്യത്തെ പറ്റിയും വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയുർവേദ ശാസ്ത്രത്തിൽ ബൃഹത്രയികൾ അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാണ് പറയുന്നത്. ഒന്ന് സുശ്രുത സംഹിത, ചരക സംഹിത, അഷ്ടാംഗ സംഗ്രഹം. ഈ 3 ഗ്രന്ഥങ്ങൾക്കപ്പുറം വാഗ്ഭടനാൽ വിരചിതമായ അഷ്ടാംഗ ഹൃദയം എന്ന പുസ്തകമാണ് അഷ്ടവൈദ്യന്മാർ പ്രധാനമായും പഠിച്ചിരുന്നത്. മറ്റ് ബൃഹത്രയികളെല്ലാം റെഫറൻസ് ഗ്രന്ഥങ്ങളായി പഠിച്ചു പോന്നിരുന്നു. അഷ്ടവൈദ്യന്മാർ അവരുടെ പ്രധാന ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം പഠിക്കുന്ന രീതിയിൽ തന്നെ പ്രത്യേകതകളുണ്ടായിരുന്നു. ഹൃദിസ്ഥമായി പഠിക്കുക എന്നുള്ളതായിരുന്നു ആ രീതി. അതായത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന രീതിയായിരുന്നു. അഷ്ടാംഗ ഹൃദയം പഠിക്കുന്നതിന് മുമ്പ് അഥവാ ആയുർവേദം പഠിക്കുന്നതിന് മുമ്പ് സംസ്കൃതം, വ്യാകരണം, ഭാരതീയ ദർശനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നൈപുണ്യം ലഭിച്ചതിന് ശേഷമാണ് ആയുർവേദം പഠിച്ചു തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അർത്ഥാന്തരങ്ങൾ അറിയുന്നതിനും അവ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനും ഉള്ള ഒരു കഴിവ് അഷ്ടവൈദ്യന്മാരിൽ കണ്ടുവന്നിരുന്നു. അഷ്ടവൈദ്യന്മാരിൽ നിന്നും ആയുർവേദം പഠിച്ചിരുന്ന ഒരു വലിയ ശിഷ്യഗണം തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ കോൺട്രിബ്യൂഷൻസും ആയുർവേദ മേഖലയിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആയുർവേദം പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കൃതത്തിൽ പ്രാവീണ്യം നേടേണ്ടത് വളരെ പ്രധാനമായിരുന്നു. കാരണം ആയുർവേദ പ്രധാന ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വാക്കിന് അനേകം അർത്ഥങ്ങളും അർത്ഥാന്തരങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് ഏത് പദമാണ് ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന വ്യക്തത കൈവരുന്നതിനായിട്ടാണ് സംസ്കൃതത്തിലെ പ്രാധാന്യം വേണ്ടത്. അതുപോലെ തന്നെ വ്യാകരണം, ഭാരതീയ ദർശനങ്ങളെ പറ്റി പഠിക്കുന്നത് ആയുർവേദത്തിൻ്റെ പഠനത്തിനും പ്രയോഗത്തിനും വലിയ രീതിയിൽ ഉപകാരപ്രദമായിരുന്നു. ആയുർവേദം എന്നത് ആയുസ്സിൻ്റെ വേദം എന്നാണ് അർത്ഥം. കേവലം മരുന്നുകൾ വെച്ചുള്ള ചികിത്സകൾ മാത്രമല്ല ആയുർവേദത്തിലുള്ളത്. അതിനുപരിയായി ആയുർവേദത്തിനെ ഒരു ജീവിത രീതിയായി കാണാനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്രമായ ആരോഗ്യത്തിലേക്ക് നയിക്കുവാനും ഈ ഭാരതീയ ചിന്തകളെ പറ്റിയുള്ള ഭാരതീയ തത്വശാസ്ത്രങ്ങളെ പറ്റിയുള്ള അറിവുകൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ഓരോ വിദ്യാരംഭ കാലത്തും അഥവാ വിജയദശമി ദിവസവും ഒരു പുതിയ ശിഷ്യഗണങ്ങൾ ഈ ഗുരുശിഷ്യ പരമ്പരയിലേക്ക് ചേരുന്ന ഒരു രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. വിദ്യാരംഭത്തിൻ്റെ അന്നാണ് ഒരു പുതിയ ബാച്ച് ജോയിൻ ചെയ്യുന്നതും അവരെ ഗുരു പഠിപ്പിച്ചു തുടങ്ങുന്നതും. ഇതായിരുന്നു ഗുരുശിഷ്യ പരമ്പരയിലെ മറ്റൊരു പ്രത്യേകത. ഈ ഗുരുശിഷ്യ പരമ്പരയിൽ പഠിക്കുന്നവർക്ക് ലഭിച്ചിരുന്ന മറ്റൊരു ആനുകൂല്യം അവർ രോഗികളെ കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത് എന്നായിരുന്നു. ഗുരുവിൻ്റെ കൂടെ ശാസ്ത്രം പഠിക്കുകയും അതോടൊപ്പം രോഗികളെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാകുന്ന ഒരു രീതിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുശിഷ്യ പരമ്പരയിൽ പഠിച്ചു വരുന്നവർക്ക് ശാസ്ത്രത്തിലുള്ള അവഗാഹവും രോഗങ്ങളെ തിരിച്ചറിയുന്നതിനും ചികിത്സ നിശ്ചയിക്കുന്നതിനും ഉള്ള പാണ്ഡിത്യവും വളരെ കൂടുതലായിരുന്നു. 18 അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ പെരുവനം ഗ്രാമത്തിലുള്ള വൈദ്യ കുടുംബമാണ്
ഞങ്ങളുടെ കുടുംബമായ ഇളയടത്ത് തൈക്കാട്ട് മൂസ് കുടുംബം. കേരളത്തിലെ 18 ഗ്രാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമത്തിലെ വൈദ്യ കുടുംബം എന്നതിനോടൊപ്പം തന്നെ കൊച്ചി മഹാരാജാവിൻ്റെ വൈദ്യ കുടുംബമായും അറിയപ്പെട്ടിരുന്നത് ഞങ്ങളുടെ കുടുംബമാണ്. എന്നാൽ ആദ്യകാലങ്ങളിൽ പല സമയങ്ങളിലായി തിരുവിതാംകൂർ മഹാരാജാവ്, ബറോഡ മഹാരാജാവ് തുടങ്ങിയ പല രാജകുടുംബങ്ങളുടെയും വൈദ്യവൃത്തികൾ ചെയ്തിരുന്നതായ ഒരു ചരിത്രവും കൂടിയുണ്ട്. 18 അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ പെരുവനം ഗ്രാമത്തിലെ വൈദ്യ കുടുംബമാണ് ഇളയടത്ത് തൈക്കാട്ട് മൂസ് കുടുംബം. ആദ്യകാലങ്ങളിൽ കൊച്ചി രാജാവിൻ്റെ വൈദ്യ കുടുംബമായി അറിയപ്പെട്ടിരുന്നതും ഇളയടത്ത് തൈക്കാട്ട് മൂസ് തന്നെയായിരുന്നു. അതിനപ്പുറത്ത് തിരുവിതാംകൂർ മഹാരാജാവിനെ സ്വാതി തിരുനാൾ, അതുപോലെ ബറോഡ മഹാരാജാവ് തുടങ്ങിയവരെയെല്ലാം ചികിത്സിച്ചതായിട്ടുള്ള ചരിത്രവുമുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പൂർവികനെ പറ്റി വിവരിക്കുന്നുണ്ട്. മരണത്തെക്കാട് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ശാസ്ത്രത്തിൽ രിഷ്ടലക്ഷണങ്ങൾ അഥവാ അരിഷ്ടലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി മരണത്തോടടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണിവ. ഇവ വ്യക്തമായി പഠിച്ച് ഓരോരുത്തരുടെയും മരണം പ്രവചിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു മരണത്തെക്കാട്. അദ്ദേഹത്തെ പറ്റി വളരെ രസകരമായ 2-3 കഥകൾ ഐതിഹ്യമാലയിൽ കുറിച്ചിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പരമേശ്വരൻ മൂസായിരുന്നു മരണത്തെക്കാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുർവേദത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം മരണത്തെ പ്രവചിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കിയിരുന്നു. ഒരു രസകരമായ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത് മടങ്ങുന്ന സമയത്ത് 2 ഭടന്മാർ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് കണ്ടു. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ പറഞ്ഞു, ഒരു വലിയ കൊല ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം പിടിച്ചു കൊണ്ടുപോകുന്നതാണ്, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കുറ്റവാളിയെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം ഭടന്മാരോട് ഒരല്പം മന്ദഹാസത്തോടെ പറഞ്ഞു, ഇയാൾ മരിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇത് കേട്ട് ഭടന്മാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പരമേശ്വരൻ മൂസ്, മരണത്തെക്കാടെന്നറിയപ്പെടുന്ന പരമേശ്വരൻ മൂസാണ് എന്ന് പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ ഭടന്മാർ കുറ്റവാളിയെയും കൊണ്ട് വധശിക്ഷ നടപ്പാക്കാൻ പുറപ്പെട്ടു. വധശിക്ഷ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു പുഴയുടെ തീരത്തായിരുന്നു. അവിടെ എത്തി വധശിക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്ത് ഈ കുറ്റവാളി ചോദിച്ചു, എനിക്കൊരു അവസാനമായൊരു മോഹമുണ്ട്, എനിക്ക് തെങ്ങിൽ കയറി ഒരു ഇളനീരിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഭടന്മാർ അനുവദിച്ചു. അവസാന മോഹമായതുകൊണ്ട് അനുവദിക്കാതിരിക്കാൻ സാധിക്കില്ല, അനുവദിച്ചു. അങ്ങനെ ആ കുറ്റവാളി തെങ്ങിലേക്ക് കയറുകയും നാളികേരം ഇളനീരിട്ട് കുടിക്കുകയും ചെയ്ത് ആ പുഴയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ഈ വിവരമറിഞ്ഞ മഹാരാജാവ് ഭടന്മാരെ വിളിച്ചു ചോദിച്ചു, എന്താണുണ്ടായത്? അവർ കഥ പറഞ്ഞു. ഇങ്ങനെ ഒരു വ്യക്തി, ഇയാൾ ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. രാജാവിന് ആശ്ചര്യം തോന്നി. രാജാവ് ചോദിച്ചു, ഇതാരാണ് പറഞ്ഞത്? ആ പറഞ്ഞ വ്യക്തിയെ ഇവിടെ വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ മരണത്തെക്കാടിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയുർവേദ വൈദ്യനാണ്, രിഷ്ടലക്ഷണങ്ങളൊന്നും തന്നെ ആ രോഗിയിൽ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾക്ക് മരണം ആസന്നമല്ല എന്നുള്ളത്. ഇത് കേട്ട് ഒരല്പം പുച്ഛഭാവത്തോടെ രാജാവ് ചോദിച്ചു, എങ്കിൽ എൻ്റെ മരണം നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുമെന്ന്. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രവചിക്കാൻ സാധിക്കില്ല, പക്ഷേ അങ്ങയുടെ മരണ ദിവസത്തിന് തൊട്ടു മുമ്പ് ഞാനിവിടെ എത്തും. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോന്നു. രാജാവ് അതൊന്നും വകവെച്ചില്ല. അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷമായിരുന്നു. ആ സമയത്ത് നാട്ടിലെ പ്രമാണിമാരെ എല്ലാം ക്ഷണിക്കുന്ന കൂട്ടത്തിൽ മരണത്തെക്കാടിനെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അങ്ങനെ മരണത്തെക്കാട് പിറന്നാളിൻ്റെ തലേ ദിവസം അവിടെ എത്തി. അടുത്ത ദിവസം സദ്യ വിളമ്പുന്ന സമയത്ത് രാജാവ് ഇദ്ദേഹത്തെ കണ്ടു. രാജാവ് ചോദിച്ചു, അങ്ങ് എപ്പോഴാണ് വന്നത്? അദ്ദേഹം ഒരല്പം മന്ദഹാസത്തോടെ പറഞ്ഞു, ഞാൻ ഇന്നലെ എത്തി. ഇത് കേട്ട രാജാവിന് ഒരു അല്പം ഭയം തോന്നി. കാരണം അന്നൊരിക്കൽ ഇദ്ദേഹം പ്രവചിച്ചത് രാജാവിൻ്റെ മനസ്സിലുണ്ട്. അന്നത്തെ ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളതാണ് കഥ. എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ അഷ്ടവൈദ്യൻ E.T. നാരായണൻ മൂസിന് 1924 അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വൈദ്യരത്നം എന്നൊരു ബഹുമതി നൽകുകയുണ്ടായി. അന്ന് വൈദ്യമേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനത്തെ കണക്കാക്കിക്കൊണ്ട് നൽകിയ ഒരു വിശിഷ്ടമായ അവാർഡായിരുന്നു അത്. ആ അവാർഡിൻ്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ
അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസ് വൈദ്യരത്നം എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ രോഗികൾ ഇല്ലത്തു വന്ന് മുത്തശ്ശനെ കാണുകയും മുത്തശ്ശൻ മരുന്നുകൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ എഴുതി കൊടുക്കുന്ന കുറിപ്പടി പ്രകാരം മരുന്നുകൾ വാങ്ങി വീട്ടിൽ കഷായം വെക്കുകയും തൈലം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യം നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം രോഗികളുടെ ആവശ്യത്തിനായി മരുന്നുകൾ നിർമ്മിക്കുന്നതിനായി ഒരു സ്ഥാപനം 1941 തുടങ്ങിയത്. അതോടൊപ്പം തന്നെ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും അന്ന് വളരെ കുറവായിരുന്നു. അന്ന് ഈ തേക്കാട്ടുശ്ശേരി ദേശത്തുള്ള പല വീടുകളിലും ദൂരദേശത്തു നിന്ന് വരുന്ന രോഗികളെ കിടത്തി അവരെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1955 കിടത്തി ചികിത്സിക്കാൻ പാകത്തിന് വൈദ്യരത്നം നഴ്സിംഗ് ഹോം എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ മുത്തശ്ശൻ അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് വൈദ്യരത്നം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വൈദ്യരത്നം ആയുർവേദ കോളേജ്, വൈദ്യരത്നം ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മറ്റ് 2 ഔഷധ നിർമ്മാണശാലകൾ, ഒപ്പം ആയുർവേദ മ്യൂസിയം എന്ന രീതിയിൽ അദ്ദേഹം ഈ സ്ഥാപനത്തെ വിപുലീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ കേവലം ഒരു വൈദ്യശാസ്ത്രം മാത്രമല്ല ആയുർവേദം, ഒരു ജീവിത രീതി കൂടിയാണ്. ആരോഗ്യത്തെ നിലനിർത്താൻ, ആയുസ്സിനെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ അറിവുകളെയും ആയുർവേദം എന്ന ഒരു ബ്രോഡ് അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. പ്രാചീനമായ ഈ ആയുർവേദ ശാസ്ത്രം ഇന്നത്തെ ഏറ്റവും കണ്ടംപററിയായ മെഡിക്കൽ സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഇന്ന് വ്യക്തമായി അറിയാം. ഇതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ആയുർവേദം ഒരു ശരീരത്തെ അഥവാ ഒരു രോഗിയെയാണ് ചികിത്സിക്കുന്നത്, കേവലം ഒരു രോഗത്തെയല്ല. ആയുർവേദം ഒരു രോഗത്തെയല്ല, മറിച്ച് രോഗിയെയാണ് ചികിത്സിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ ആധാരം? ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്, ആയുർവേദം രോഗിയെ നോക്കിക്കാണുന്നത് സ്ഥൂലമായിട്ടാണ്. സൂക്ഷ്മമായി ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ അത് സ്ഥൂലമായി ദേഹത്തിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളിലൂടെ അറിയുകയും അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ആയുർവേദം ഒരു രോഗചികിത്സയിൽ എടുക്കുന്നത്. ഇന്ന് ഏറ്റവും ആധുനികമായി വരുന്ന വൈദ്യശാസ്ത്ര പഠനങ്ങളും വിരൽ ചൂണ്ടുന്നതും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളുടെയും ഉദ്ഭവസ്ഥാനം വയർ അഥവാ ഗട്ടാണ് എന്നൊരു കോൺസെപ്റ്റ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആയുർവേദവും പ്രചരിപ്പിക്കുന്നത്. എല്ലാ രോഗങ്ങളുടെയും കാരണമായി ആയുർവേദം പറയുന്നത് ശരീരത്തിലെ പചന പ്രക്രിയകളെ, അതായത് ശരീരത്തിൽ ഏത് മാറ്റങ്ങൾ സംഭവിക്കാനും കാരണഭൂതമായ അഗ്നി എന്ന് പറയുന്ന ഘടകത്തിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. ഈ അഗ്നി സ്ഥിതി ചെയ്യുന്നതോ നമ്മുടെ സ്റ്റൊമക്ക് അഥവാ ഗട്ടിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങളുടെയും കാരണസ്ഥാനം ഗട്ടാണ് എന്ന് ആയുർവേദം പണ്ടേ പറഞ്ഞു വെച്ച കാര്യം ഇന്ന് ഗട്ട് മൈക്രോബയോം എന്ന ഒരു പുതിയ പദത്തിലൂടെ ആധുനിക വൈദ്യശാസ്ത്രവും അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞ് വ്യക്തിയാധിഷ്ഠിത ചികിത്സ ഇന്ന് വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും അവരുടെ പ്രകൃതിക്കനുസരിച്ച്, അവരുടെ ജനറ്റിക് മേക്കപ്പിനനുസരിച്ച് ചികിത്സകളെ കസ്റ്റമൈസ് ചെയ്തു കൊണ്ടുവരുന്ന രീതി ഇന്ന് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം വളരെ പ്രചാരത്തിലുണ്ട്. ഇതിൻ്റെ ബേസും നമ്മൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആയുർവേദത്തിൽ തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ആധുനികമായ ഈ വൈദ്യശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകാൻ ആയുർവേദത്തിന് സാധിക്കും എന്നത് ഉറപ്പാണ്. ആയുർ ജീനോമിക്സ് എന്ന ഒരു പഠന മേഖലയും ഇന്ന് വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ജനറ്റിക് മേക്കപ്പും അതിൻ്റെ എക്സ്പ്രഷൻസിനെയും പറ്റി പഠിക്കുന്ന ജീനോമിക്സ് എന്ന മേഖലയിലേക്ക് ആയുർവേദത്തിൻ്റെ സാധ്യതകൾ കൂടി ചേർക്കുന്ന ഒന്നാണ് ആയുർ ജീനോമിക്സ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ വ്യക്തിക്കും അവർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയ ഒരു പ്രകൃതിയുണ്ട് എന്ന് ആയുർവേദം പറയുന്നു. ഈ പ്രകൃതി അവരുടെ ജനറ്റിക് മേക്കപ്പുമായി കോറിലേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വരാവുന്ന രോഗങ്ങളെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും പഠിക്കുന്ന രീതിയാണ് ആയുർ ജീനോമിക്സ്. ഇതിൽ വളരെ പോസിറ്റീവായ പല റിസൾട്ട്സും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ചില പ്രത്യേക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവയുടെ ജനറ്റിക് മേക്കപ്പുമായുള്ള ബന്ധങ്ങളും പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ആയുർവേദം വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന മേഖലയും പരിപോഷിപ്പിക്കാൻ ഉതകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്, അഥവാ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ. ഇവയെപ്പറ്റി ആയുർവേദം വളരെ ഭംഗിയായാണ് വിവരിക്കുന്നത്. ചൂടുള്ള ഒരു പാത്രത്തിലേക്ക്
നെയ്യ് ഒഴിച്ചാൽ നെയ്യ് ചൂടാവുന്ന പോലെ, അതുപോലെ ചൂടുള്ള നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ പാത്രം ചൂടാകുന്നത് പോലെയാണ് ശരീരവും മനസ്സും തമ്മിലുള്ള രോഗങ്ങൾ എന്നാണ് ആയുർവേദം പറയുന്നത്.